ആ ഒരു ഔചിത്യബോധം പോലും ഇല്ലാത്ത ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിയെയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കൊപ്പം നമുക്ക് ശബരിമലയിലെ ക്ഷേത്രസന്നിധിയിലെ രാഷ്ട്രപതിക്കൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആ നിപ്പും ആ മട്ടും ഭാവവും അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ കണ്ടാല് ശരിക്കും അവിടെ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കറുപ്പ് കൊടുത്ത് വ്രതശുദ്ധിയോടെയൊക്കെ എത്തിപ്പെടുന്ന സ്ഥലമാണ് ശബരിമല ക്ഷേത്ര സന്നിധി. ഇപ്പോൾ രാഷ്ട്രപതിയും രാഷ്ട്രപതിക്കും ഒപ്പമുള്ളവരും എല്ലാം ആ വേഷത്തിലും ആ ഒരു ആചാരം അവിടുത്തെ ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിന് നിരക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തോടെയാണ് ഇപ്പോൾ അംഗരക്ഷകരൊക്കെ വന്നത്. ഇപ്പം രാഷ്ട്രപതിയുടെ അംഗരക്ഷകർക്ക് വെറുതെ തോക്കും പിടിച്ച് നിന്നാൽ മതി, പക്ഷെ അവരും ഇതുപോലെ തന്നെ ഇരുമുടിക്കെട്ടൊക്കെ വെച്ച് ശരിക്കും ആ ക്ഷേത്രത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. പക്ഷെ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി അവിടെ അങ്ങോട്ട് വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ആചാരം ലംഘിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇതുവരെ സൃഷ്ടിച്ചതിൽ പിന്നെ വെള്ളം കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു വൃത്തികെട്ട വിഗും തലയിൽ വെച്ചിട്ട് അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെയൊക്കെയുള്ള ആ നിപ്പ് കണ്ടാൽ ശരിക്കും നമുക്ക് മുമ്പ് രഹന ഫാത്തിമ അതുപോലെ തന്നെ ബിന്ദു അമ്മണി തുടങ്ങിയ കുപ്രസിദ്ധ വനിതകൾ ആചാരം ലംഘിക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു അതുപോലെ കഷ്ടപ്പെടുന്നതായിട്ടാണ് ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയെ നമുക്ക് കാണുമ്പം തോന്നുന്നത്.